1,00,000-ത്തോളം ആരാധകരെ വഹിച്ചുകൊണ്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വാഹനം കൊച്ചി സ്റ്റേഡിയത്തിന്റെ അരികിലൂടെ നടന്നുപോകുന്നത് ഞാൻ സ്വപ്നം കാണുന്നു. നാളത്തെ അസ്തമയത്തിന്റെ ഉയിർത്തെഴുന്നേൽപ്പായിരുന്നു അത്. 5 വയസ്സുള്ള ചെറിയ കുട്ടികൾ മുതൽ 60 വയസ്സുള്ള വൃദ്ധന്മാർ വരെ ബ്ലാസ്റ്റേഴ്സിനെ കൈവീശി അഭിവാദ്യമർപ്പിച്ചു. കോരിച്ചൊരിയുന്ന മഴയത്ത് അകപ്പെട്ടുപോയ ഒരാൾക്ക് ഒരു കുട കിട്ടിയാലുണ്ടാകുന്ന ആ സന്തോഷം ഓരോ ആരാധകന്റെയും മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ ഫിഫ ലോകകപ്പുമായി മെസ്സി റോന്തു ചുറ്റുന്ന ആ ചിത്രം മനസ്സിൽ നിന്നും ഉയർത്തെഴുന്നേറ്റുവന്നു. അയാളുടെ ആത്മാവ് അയാളോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ലൂണയും ആൽവസും നോഹയും വിപിനും ജുവാനുമൊക്കെ ISL കിരീടവുമായി കൊച്ചിയിലെ ട്രാഫിക്കിലൂടെ നടന്നുപോകുന്നത് ആ സമയത്തിനുള്ള വരവാണിനി. ഇന്നത്തെ അസ്തമയത്തിലല്ല, നാളത്തെ ഉദയത്തിലാവണം നിങ്ങളുടെ പ്രതീക്ഷ. ഹസ്ത വിക്ടോറിയ. നോഹ സദോദിയും അഡ്രിയാൻ ലൂണയും ജുവാനും കോൾഡോ ഒബിയേറ്റയും തിയാഗോ ആൽവസുമടങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം വളരെ ശക്തമാണ്. പണ്ട് APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, തിരമാലകളെ എനിക്കിഷ്ടമാണ്. അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ ഒന്നും കണ്ടിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർത്തിയെഴുന്നേറ്റു വരാൻ ശ്രമിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും ഉയർത്തിയെഴുന്നേറ്റ് വന്നുകൊണ്ട് ഈ സീസണിലെ കിരീടത്തിൽ മുത്തമിടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കണം. പുതിയ പരിശീലകന്റെയും പുതിയ താരങ്ങളുടെയും അകമ്പടിയോടെ കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് നടന്നുവരാനൊരുങ്ങുന്ന ബ്ലാസ്റ്റേഴ്സ് ടീമിന് പ്രതീക്ഷകൾ ഏറെയാണ്. അതിലേറെ പ്രതീക്ഷകളാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക്. ആദ്യമായി തങ്ങളുടെ കന്നി കിരീടത്തിൽ മഞ്ഞ ജേഴ്സിയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ബ്ലാസ്റ്റേഴ്സ് മുത്തമിടുന്നത് കാണുന്നത് സ്വപ്നം കാണുന്നു. കൊഴിഞ്ഞുപോയ ഇലകൾ വേരിലൂടെ പുനർജനിച്ചുകൊണ്ട് വീണ്ടും ഒരു ചില്ലയിൽ തളിർക്കുന്നത് പോലെ നമുക്കും കാത്തിരിക്കാം വീണ്ടുമൊരു വസന്തകാലത്തിനായി. ഇനി പോരാട്ടത്തിന്റെ നാളുകളാണ്. ഓരോ പോരാട്ടത്തിന്റെയും സാക്ഷികളാകാൻ നമുക്ക് കാത്തിരിക്കാം. മഞ്ഞക്കടൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചി ഗാലറിയിൽ ഇറങ്ങുമ്പോൾ പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ നിര കളത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു. ഏത് ശൂന്യതയ്ക്ക് നടുവിലും എന്തെങ്കിലുമൊന്ന് പ്രതീക്ഷിക്കുക. പ്രതീക്ഷ സാക്ഷാത്കരിക്കാം എന്ന് വിശ്വാസമുണ്ടായിട്ടല്ല, എന്നാലും അസ്തിത്വത്തിന്റെ ഏകാധാരം എന്ന നിലയ്ക്ക് അതിൽ പിടിച്ചു തൂങ്ങിക്കൊള്ളുകയേ നിവൃത്തിയുള്ളൂ. വിവർണമായ ദിവസങ്ങൾ കടന്നു പോകവേ തൂങ്ങിക്കൊള്ളുകയേ നിവൃത്തിയുള്ളൂ. വെറുതെ ആ പ്രതീക്ഷയിലെ തുരുമ്പ് പിടിപ്പിക്കാതിരിക്കുക. കാലങ്ങളെത്ര മാറി മാറി വന്നാലും ഞാനെന്ന വസന്തം നിന്നിൽ പൂക്കാതിരിക്കില്ല. എൻ്റെ ഓരോ വസന്തവും നിന്നിലേക്കായിരുന്നു. നിനക്കായി മാത്രം ഞാൻ സ്വപ്നം കണ്ടിരുന്നു. തളിർത്തിട്ടും നീ കാണാതെ പോയ അനാഥ പുഷ്പമാണ് ഞാൻ. തളിരിടും മുൻപേ ശിശിരമണിഞ്ഞൊരു വസന്തം എന്നിലുണ്ട്. ആ വസന്തകാലത്തിലേക്ക് ഇനി അധിക നാളുകളില്ല. വിജയത്തിന്റെ പൊൻതൂവൽ നീട്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ISL കിരീടത്തിൽ മുത്തമിടുന്നത് സ്വപ്നം കാണാനുള്ള നാളുകളാണിനി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.